നാളെയാണ് പൂജയുടെ അവസാന ദിവസം അല്ലേ ചാ? പൂജയും ചടങ്ങുകളൊക്കെ കഴിയുമ്പോൾ ഭഗവാൻ തന്നെ നേരിട്ട് ഇറങ്ങി വരുമോ വരുണിനെ രക്ഷിക്കാൻ? ഇല്ല, ഭഗവാൻ വരുണിനെ രക്ഷിക്കില്ല. പ്രിയങ്ക നേരെ ചൊവ്വേ ചടങ്ങ് പൂർത്തിയാക്കിയാലല്ലേ വരുണിന് ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കും. അതുണ്ടാവില്ല. ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുന്ന വ്രതം ഇന്നലെ അവളെ കൊണ്ട് കൽപ്പന തെറ്റിച്ചു. ഇന്നിപ്പോ എന്താ ചെയ്തിരിക്കുന്നതെന്നറിയോ? എന്താ? രാവിലെ അവളെ എഴുന്നേറ്റ് ഈറൻ അണിഞ്ഞു നിന്ന് സൂര്യ നമസ്കാരം നടത്തി. അതും കഴിഞ്ഞ് പൂജാമുറിയിൽ നിന്ന് വിശദമായ പ്രാർത്ഥന. എന്നിട്ടിപ്പോ പ്രിയങ്ക ഇരിക്കുന്നതേ കൽപ്പനയുടെ മുറിയില്ല. അതെന്തിന്? ചിക്കൻ കഴിക്കാൻ. കൽപ്പന രഹസ്യമായിട്ട് വാങ്ങിപ്പിച്ചതാ, വ്രതം എടുക്കുന്നവളെ നിർബന്ധിച്ച് കഴിപ്പിക്കാൻ. പ്രിയങ്ക അത് കഴിച്ചു തുടങ്ങുകയും ചെയ്തു. ഇനിയിപ്പൊ എന്തായാലും പൂജയ്ക്ക് ഫലം ഉണ്ടാവില്ല. അത് നന്നായി. പൂജാവിധികളിൽ തെറ്റിയതാൽ ദൈവം ശിക്ഷിക്കില്ലേ? പിന്നെ അതിൽ സംശയമില്ല. അപ്പൊ കുടുംബക്ഷേത്രത്തിൽ ഒരു രാത്രി മുഴുവൻ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോ അവൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാലും അതിന്റെ പഴി ദൈവത്തിനെ കേൾക്കും അല്ലേ? ചന്ദ്രേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? കുടുംബക്ഷേത്രത്തിലെ പ്രാർത്ഥന കഴിഞ്ഞ് പ്രിയങ്ക ജീവനോടെ പുറത്തു വരില്ല. അവളെ അവിടെ വെച്ച് തീർക്കാനാമേ ഞങ്ങളുടെ ഉദ്ദേശം. അതോടെ കാര്യങ്ങളൊന്ന് കലങ്ങിമറിയും. വരുൺ ഈ നാട്ടിൽ നിന്ന് പോവുകയും ചെയ്യും. ചന്ദ്രേട്ടാ, ഇത്രയും കാലം നമ്മൾ ഓരോന്ന് പ്ലാൻ ചെയ്തപ്പോ ദൈവമായിരുന്നു അവളുടെ കരുത്ത്. ഇപ്പൊ പിന്നെ ദൈവത്തെ നിഷേധിച്ച അവക്ക് ദൈവം കൂട്ടിരിക്കില്ലല്ലോ. പാവം, ചാവാനുള്ള സമയമായി.